എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 53 ശ്ലോകം 51, 52, 53, 54, 55, 56, 57 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 7 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 53-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. രുക്മിണി ദേവി ആ കുലദേവതയായ പാർവതീ ദേവിയെ വന്ദിച്ച് അങ്ങനെ ഹൃദയം ഉരുകി പ്രാർത്ഥിച്ചു, അനുഗ്രഹിക്കണേ അമ്മേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നപ്പോ ദേവി അനുഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ഭാവം രുക്മിണി ദേവിക്ക് അങ്ങോട്ട് തോന്നി. സന്തോഷായി. ഉള്ളില് അനുകൂലമാണ്, ദേവി അനുഗ്രഹിച്ചു, ഭഗവാനെ തന്നെ വിവാഹം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ബോധം വന്നു. സന്തോഷായി, സമാധാനം വന്നു രുക്മിണി ദേവിക്ക്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് മൗനവ്രതം ഉപേക്ഷിച്ച്, അതേവരെ മൗനവ്രതത്തിലായിരുന്നു ദേവി. അങ്ങനെ അതൊക്കെ ഉപേക്ഷിച്ച് പുറത്തേക്ക് കിടക്കാണ്. ഏറ്റവും പ്രഭയുള്ള ഒരു രത്നമോതിരം ആ വിരലിൽ അണിഞ്ഞുണ്ട്. അതുകൊണ്ട് ആ കൈ ഇങ്ങനെ മിന്നി തിളങ്ങുകയാണെന്നാ പറയണം. മുഖത്തും പൂർണ്ണ ചന്ദ്രനെ പോലെയുള്ള മുഖം അങ്ങനെ തിളങ്ങണം. അങ്ങനെ തല കുനിച്ചുകൊണ്ട് ആ രത്നമോതിരം അണിഞ്ഞ ആ കൈ കൊണ്ട് സഖിയുടെ കയ്യിൽ പിടിച്ച് ദേവീക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെ മന്ദം പുറത്തേക്ക് എഴുന്നള്ളുകയാണ് രുക്മിണി ദേവി. ദേവിയുടെ സൗന്ദര്യം കണ്ടിട്ട് രാജാക്കന്മാരും എല്ലാവരും അങ്ങോട്ട് മയങ്ങി വീഴാന്ന് പറഞ്ഞാൽ അതിസുന്ദരി, മഹാലക്ഷ്മി തന്നെയല്ലേ, അതുപോലെയുള്ള സൗന്ദര്യമാണ്. ഓരോ അംഗത്തിനും പ്രത്യേകം ഇവിടെ വർണ്ണിക്കുന്നു രുക്മിണിയുടെ സൗന്ദര്യത്തിനെ പറ്റിയിട്ട്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 51, 52. ഓം നമോ ഭഗവതേ വാസുദേവായ താം ദേവമായാമിവ വീരമോഹിനീം സുമധ്യമാം കുണ്ടലമണ്ഡിതാനനാം ശ്യാമാം നിതംബാർപ്പിതരത്നമേഖലാം വ്യഞ്ജൽ സ്തനീം കുന്തളശങ്കിതക്ഷണാം ശുചിസ്മിതാം ബിംബഫലാധരദ്യുതി ശോണായമാനദ്വിജകുന്ദകുട്മളാം പദാചലന്തീം കളഹം സഗാമിനീം ശിഞ്ചൽ കലാനൂപുരധാമശോഭിനാ വിലോക്യ വീരാമുമുഹു സമാഗതാ യശസ്വിനസ്തൽകൃതഹൃച്ഛയാർദിതാ. ആ ദേവിയുടെ പാദവന്ദനം ചെയ്ത് മടങ്ങിപ്പോകുന്ന രുക്മിണിയുടെ ആ വിലാസഗതി വിശേഷം കണ്ടവരെല്ലാം മോഹിച്ചുപോയി എന്ന് പറയണു. ആ രുക്മിണി ദേവിയുടെ ആ തൽക്കാല സൗന്ദര്യ വിശേഷം ഒരു ചിത്രകാരൻ തൂലികയാൽ എന്ന പോലെ അങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ് ഈ ശ്ലോകങ്ങളില്. മന്മഥവൈരിയായ പരമശിവനെയും മോഹിപ്പിച്ച വിഷ്ണുവിന്റെ മോഹിനി രൂപമാണോ ഇത് എന്ന് തോന്നുമാറ് വീരന്മാരെയും മോഹിപ്പിക്കത്തക്ക വിധം ആ ഭാവഹാവാദി ശൃംഗാര ചേഷ്ടകളുടെ നിവാസ സ്ഥാനമായിരുന്നു രുക്മിണിയുടെ സ്വരൂപം. അതിസുന്ദരി. മധ്യപ്രദേശം ആ ഏറ്റവും കൃശമായിട്ടുള്ളത്. ആ കവിളുകളുടെ ശോഭയങ്ങനെ വർദ്ധിപ്പിക്കണ വിധത്തില് രണ്ട് ഭാഗത്തും പ്രകാശിക്കുന്ന ആ കുണ്ടലങ്ങളാൽ മുഖം ഇങ്ങനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആ കൗമാരം കഴിഞ്ഞു, ആ യൗവനം, നിറഞ്ഞ യൗവനം. അങ്ങനെയാണ് രുക്മിണിയുടെ ആ സമയത്തെ പ്രായം. ഒരു 16 വയസ്സ് 17 അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഈ പ്രായത്തിലായതുകൊണ്ട് ആ നിതംബത്തിൽ അലങ്കരിച്ചിരിക്കുന്ന രത്നമേഖലയെ കൊണ്ട് മധ്യപ്രദേശം ഏറ്റവും മനോഹരമായിരുന്നു. ആ യൗവനം ആ ഉത്ഭവിച്ച അവസ്ഥയെ സ്തനങ്ങൾ സൂചിപ്പിക്കുന്നു. സീമന്തരേഖയിട്ടിട്ട് വിഭജിച്ച് കെട്ടിയിരിക്കുന്നു. തലമുടി ചുരുണ്ടുള്ള മുടി, കണങ്കാല് വരെ നീണ്ടു നിൽക്കുന്ന ആ തലമുടിയുടെ അതിമനോഹരമായ ശോഭ. ആ തലമുടിയുടെ ഉള്ളില് രത്നങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തിയിരിക്കുന്നു. ആ നീഴ്മിഴികളുടെ ചലനം കണ്ടിട്ട്, കടക്കണ്ണ് വരെ ഇങ്ങനെ വീണ്ടും ചലനങ്ങൾ കണ്ടിട്ട് എല്ലാവരും മോഹിച്ചു പോയിന്നാ പറയണ രുക്മിണിയുടെ. അതിസുന്ദരമായ കരിമിഴി, അതിമനോഹരമായ കണ്ണുകള് ചലനം, അതിസുന്ദരമായ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള ആ മുഖത്ത് ഉള്ള ആ മന്ദഹാസം. അപ്പൊ ചന്ദ്രന്റെ പോലെയുള്ള ആ മുഖത്ത് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ തൊണ്ടിപ്പഴം പോലെ അരുണ നിറമുള്ള അധരത്തിന്റെ കാന്തി, ചുവന്നു തൊടുത്ത ചുണ്ടുകളാണ്. ആ അധരത്തിന്റെ കാന്തി മുല്ലമൊട്ടുപോലെ ശുഭ്രവർണ്ണമുള്ള പല്ലുകളിൽ ഇങ്ങനെ പ്രതിഫലിക്കുമ്പോ
അങ്ങനെ അപ്പൊ ആ ദന്തങ്ങളും കൂടി അരുണാമയമായി മാറിയെന്ന്. ഒരു ചുവന്ന ഒരു തുടുപ്പ് ആ ദന്തങ്ങളിലും കൂടി ഇങ്ങ് വന്നു എന്നാ പറയണം. അതിമനോഹരമായിട്ടുള്ള വർണ്ണന അല്ലെ. ശബ്ദിച്ചുകൊണ്ടും പ്രകാശിച്ചുകൊണ്ടും ഇരിക്കുന്ന ആ കാൽച്ചിലമ്പുകൾ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പാദങ്ങൾ കൊണ്ട് അങ്ങനെ മന്ദം മന്ദം വിലാസഗതി ഭേദങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് സഞ്ചരിച്ചു വരുന്ന ആ രുക്മിണിയെ കണ്ടപ്പോ ആ സഭയിൽ വന്നു ചേർന്നിരുന്ന പ്രസിദ്ധന്മാരും ആ രുക്മിണി ദേവിയെ കണ്ടതുകൊണ്ടുള്ള മന്മഥ വികാരത്താൽ ദുഃഖിതന്മാരുമായിട്ടുള്ള എല്ലാ വീരന്മാരും എല്ലാവരും ബോധം കെട്ട് വീണു എന്നാ പറയുന്നത്. അത്ര ആ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും അവിടെ വീണു, മോഹിച്ചു വീണു. യാം വീക്ഷ്യത്തെ നൃപതയ തദുദാരഹാസവ്രീഡാവലോകഹൃദചേതസ ഉച്ഛിതാസ്ത്രാः പേതുക്ഷിതോ ഗജരഥാശ്വഗദാ വിമൂഢാ യാത്രാച്ഛലേന ഹരയേ അർപ്പയതിം സ്വശോഭാം. ആ സഞ്ചാരം കൊണ്ട് തന്റെ ശോഭയെ മഹാവിഷ്ണുവിന് ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടാണെന്ന് ആ രുക്മിണിയുടെ നടപ്പ്. അങ്ങനെ എല്ലാവരെയും മോഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. കുറെ പേരൊക്കെ അപ്പൊ തന്നെ അവിടെ ബോധം കെട്ട് വീണു. പിന്നെ ചിലര് ആ രുക്മിണി ദേവിയുടെ മന്ദഹാസം സുഖപ്രദമായ ഭഗവാനെ വിചാരിച്ചിട്ടാണ് രുക്മിണി ദേവിയുടെ മുഖത്തുള്ള ആ മന്ദഹാസം. ആ മന്ദഹാസത്താലും ലജ്ജാപൂർവമായ കടാക്ഷത്താലും അപഹൃത മാനസരായ രാജാക്കന്മാരിങ്ങനെ കുറെ പേര് രഥത്തില് നിൽക്കുകയാണ്. ചിലര് കുതിരപ്പുറത്തുനിന്ന് വീണു, ചിലര് രഥത്തുനിന്ന് വീണു. എല്ലാവരും രുക്മിണി ഒരു നോക്ക് കണ്ടതോട് കൂടിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് ചടപടപട തീന്നൊക്കെ എല്ലാവരും വീണു. അവിടെ നിന്ന ജനങ്ങളെല്ലാവരും, ഒരാള് മാത്രം വീഴാതെ. ആരാ? അച്യുതൻ. വീഴാത്തൊരാളുണ്ട് അല്ലേ, അത് പറയണു. സൈവം ശനേശ്ചലയതി ചലപത്മകോശൗ പ്രാപ്തിം ദദാ ഭഗവത പ്രസമീക്ഷമാണ ഉത്സാര്യ വാമകരജൈ അളകാൻ അപാംഗൈ പ്രാപ്താൻ ഹ്രിയൈക്ഷത നൃപാൻ ദൃശേ അച്യുതം സാ. ഇളക്കമുള്ള താമരമുട്ടുകളോ എന്ന് തോന്നുമാറ് അത്ര മാർദ്ദവവും ശോഭയുമുള്ള പാദങ്ങളെ ഏറ്റവും മന്ദമായി ചലിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ആ രുക്മിണി കണ്ണുകൾക്ക് മീതെ വീണുകിടക്കുന്ന കുറുനിരകളെ ഇടത്തെ കൈവിരൽ നഖങ്ങൾ കൊണ്ട് നീക്കിയിട്ട് അവിടെ വന്നു ചേർന്നിരുന്ന രാജാക്കന്മാരെ ലജ്ജയോടുകൂടി കടക്കണ്ണുകൊണ്ട് ഒരു നോട്ടം അങ്ങോട്ട് നോക്കി. ഈ രാജാക്കന്മാരെ കാണാൻ വേണ്ടി നോക്കിയതാണോ? അല്ല. ഈ സംഘമധ്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ടോ, എവിടെയാ നിൽക്കണതാവോ ഒന്നിങ്ങനെ അതാണ് നോക്കിയത് രുക്മിണി. ആ നോട്ടത്തിൽ അന്യ രാജാക്കന്മാരുടെ മുഖം കാണാൻ ഇട വന്നപ്പോ ഇവരുടെ മുഖം നോക്കേണ്ടി വന്നൂലോ എന്നുള്ള ഒരു ലജ്ജ ആ നേത്രത്തില് സ്ഫുടമായിട്ട് അങ്ങോട്ട് പ്രകാശിച്ചു ആ കണ്ണുകളിൽ. അതൊട്ടും വിചാരിച്ചില്ല. ഭഗവാൻ എവിടെ നിൽക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കുറുനര മാറ്റാനുള്ള ഭാവത്തോട് കൂടിയിട്ട് പതുക്കെ ഒന്ന് ഇടങ്ങണ്ണിട്ട് നോക്കിയതാ. അങ്ങനെ നോക്കിയ സമയത്തില് അപ്പ കണ്ടു ദൃശേ അച്യുതം സാ. ഭഗവാൻ ശ്രീകൃഷ്ണനെ അങ്ങോട്ട് കണ്ടു രുക്മിണി. ഭഗവാനും കണ്ടു. ആ നോട്ടത്തിൽ ഭഗവാനും വീണു. രുക്മിണി ദേവിയുടെ ആ സൗന്ദര്യധാമത്തെ, രുക്മിണിയാകുന്ന സൗന്ദര്യധാമത്തെ ഭഗവാനും കണ്ണുകൾ കൊണ്ടെങ്ങനെ കോരി കുടിച്ചു. വേഗം അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലാണ്. താം രാജകന്യാം രഥമാരുരുക്ഷതീം ജഹാര കൃഷ്ണോ ദിശതാം സമീക്ഷതാം രഥം സമാരോപ്യ സുപർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവ. ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങോട്ട് കണ്ടപ്പോ തന്നെ ആ രഥത്തിൽ കയറണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നോക്കുന്ന ആ രാജപുത്രിയെ
ലക്ഷ്മി വല്ലഭനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ശത്രു രാജാക്കന്മാര് നോക്കിക്കൊണ്ട് നിൽക്കെ തന്നെ അവരെ ഒന്നും ലേശവും കൂട്ടാക്കാതെ ആ ഗരുഡ ലാഞ്ചനമായിരിക്കുന്ന തന്റെ രഥത്തിൽ അങ്ങോട്ട് കയറ്റി എല്ലാ രാജാക്കന്മാരെയും ആ രാജസമൂഹത്തെ മുഴുവനും അപമാനിച്ചുകൊണ്ട് രുക്മിണിയെ അപഹരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അതാണ് രുക്മിണി ദേവി ഇങ്ങനെ സംശയിച്ച് കുറച്ചിങ്ങനെ നിന്നപ്പോ എവിടേക്കാ പോണേ? ഏട്ടൻ രഥത്തിന്റെ അടുത്ത് പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നു പോവാണ് രുക്മിണി ദേവി. അതല്ല, നമ്മുടെ രഥം ഇതല്ലേ നമ്മുടെ തേര്, വരൂ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് അങ്ങനെ രഥത്തിലേക്കാണ്ട് കയറ്റി രുക്മിണി ദേവി. എല്ലാവരും നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഒരു നിമിഷം എന്താ ചെയ്യണ്ടേന്ന് രാജാക്കന്മാർക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞുകൂടാതെ അവരെല്ലാവരും സ്തംഭിച്ചു നിൽക്കുമ്പോ ഭഗവാന്റെ തേര് രുക്മിണിയും കയറ്റിക്കൊണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ നീങ്ങി. തതോ യയോ രാമപുരോഗമൈശനൈ ശൃഗാലമധ്യാദിവഭാഗഗൃൽഹരി തം മാനിന സ്വാഭിഭവം യശക്ഷയം പരേ ജരാസന്ധവശാ നസേകിരേ. കുറുക്കന്മാരുടെ മധ്യത്തിൽ നിന്ന് തന്റെ ഭാഗമായ ആ പദാർത്ഥത്തെ സിംഹം അപഹരിച്ചു കൊണ്ടുപോകുന്ന പോലെ, അങ്ങനെയുള്ള രുക്മിണി പറഞ്ഞിരുന്നു. കുറുക്കന് കൊടുക്കാതെ സിംഹത്തിനെ പോലെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ കുറുക്കന്മാരുടെ മധ്യത്തിൽ നിന്ന് തന്റെ ഭാഗമായ ആ പദാർത്ഥത്തെ സിംഹം അപഹരിച്ചു കൊണ്ടുപോകുന്ന പോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ പ്രിയ സഹചാരിണിയായ മഹാലക്ഷ്മിയുടെ അവതാരമായിരിക്കുന്ന രുക്മിണിയെ അധമന്മാരായ രാജാക്കന്മാരുടെ സംഘമധ്യത്തിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് ബലരാമൻ മുതലായ സ്വജനങ്ങളോട് കൂടി ചേർന്ന് ഒരു ഭയവും കൂടാതെ മെല്ലെ മെല്ലെ തേരിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. ജരാസന്ധന്റെ പക്ഷക്കാരും മാനുകളുമായ മറ്റുള്ള രാജാക്കന്മാര് ഇങ്ങനെ തങ്ങളെ അപമാനിച്ച് തങ്ങളുടെ കീർത്തിയെ നശിപ്പിച്ചുകൊണ്ട് രുക്മിണിയെ അപഹരിച്ചുകൊണ്ട് പോകുന്ന ആ കൃഷ്ണനെ അങ്ങോട്ട് കണ്ടിട്ട് അവർക്കാണ്ട് സഹിച്ചില്ല. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് ഓട്ടി വന്ന് എന്താ ചെയ്യണ്ടേ? അവര് പറയും, അഹോധികസ്മാൻ യശാത്തധന്വനാം ഗോപേർഹൃതം കേസരിനാം മൃഗൈരിവ. ആ ജരാസന്ധ പക്ഷക്കാരായിട്ടുള്ള രാജാക്കന്മാരുടെ നിലവിളി എങ്ങനെയായിരുന്നു എന്ന് ഇതാ വിവരിക്കാണ്. അഹോ കഷ്ടം കഷ്ടം, നമ്മള് അയ്യോ ഇത് നിന്ദ്യന്മാര് തന്നെ, എന്തൊരു അപമാനമാണിത്. എന്തുകൊണ്ടെന്നാൽ സിംഹങ്ങളുടെ അവകാശത്തെ മാനുകൾ അപഹരിക്കുന്നത് പോലെ ശസ്ത്രപാണികളായിരിക്കുന്ന നമ്മളുടെ അവകാശമായിരിക്കുന്ന ഈ കന്യാരത്നത്തെ ഗോപന്മാര്, വെറുമൊരു ഗോപന്മാര്, അതല്ലേ, വെറും ഒരു ഗോപനായിട്ടാണ് ഭഗവാനെ അവര് കണ്ടിരിക്കണത്. അങ്ങനെയുള്ള ഈ ഗോപന്മാരെ അപഹരിച്ച് കൊണ്ടുപോയില്ലേ, നമ്മുടെ കീർത്തിയൊക്കെ നശിച്ചു പോയല്ലോ, നാണക്കേടായല്ലോ. ഇതാണ് അവര് പറയണത്. ഇനി ഇതിന്മീതെ സംഭവിക്കേണ്ടതായ അപമാനം എന്താണുള്ളത്? ഇങ്ങനെ ഉറക്ക നിലവിളിച്ചുകൊണ്ട് അയ്യോ കഷ്ടം തന്നെ, എന്തൊരു അപമാനം, ഇനി എന്തിനാ ജീവിച്ചിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി വളരെ വിഷമിച്ച് കരയാൻ തുടങ്ങി എന്നാ പറയണത്. ഭഗവാൻ അതാ ഒരു തേരേറ്റി കൊണ്ടും പോയി രുക്മിണി ദേവിയെ. മംഗളം മംഗളം രുക്മിണി വല്ലഭ മംഗളം മംഗളം മാരുദേശ മംഗളം മംഗളം രുക്മിണി വല്ലഭ മംഗളം മംഗളം മാരുദേശ. എന്താ പിന്നെ ദ്വാരയിൽ കൊണ്ടുപോയിട്ട് ഭഗവാൻ രുക്മിണി വിവാഹം അതിഗംഭീരമായിട്ട് നടത്തുന്നു. അത് നമുക്ക് അടുത്ത അധ്യായത്തില് രുക്മിണി സ്വയംവരം, ഗംഭീരമായിട്ടുള്ള രുക്മിണി സ്വയംവരത്തിൽ നമുക്ക് പങ്കെടുക്കാം. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണീ വിവാഹേ ത്രിപഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 53-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം.
ശ്രീകൃഷ്ണാർപ്പണമസ്തു.